വിഘ്നേശ്വര വിഘ്നങ്ങളെല്ലാം മാറ്റി തരണേ. നേരെ 13ലേക്ക്. ഈ പാമ്പ് എന്നെ എപ്പോഴും വിഴുങ്ങുന്ന അഹങ്കാരമുള്ളമാർക്ക് 98 കടി പറഞ്ഞിട്ടുള്ള 6 1. തിരുവോണമൊക്കെ ആയിട്ടിരുന്ന് ഏണിയും പാമ്പും കളിച്ചു. ഇപ്പൊ നാട്ടിലായിരുന്നെങ്കിൽ രാവിലെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഉച്ചയ്ക്ക് ഇലയൊക്കെ വെട്ടി അമ്മ ഉണ്ടാക്കുന്ന സദ്യയും പായസവും കൂട്ടി അടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ക്ലബ്ബിൽ പോകും. ഓണപ്പരിപാടിയൊക്കെ ആയിട്ട് ഉറിയടിയും വടംവലിയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓണത്തല്ല, അടിച്ചടിച്ച് കിളി പോകുന്നവരെ അന്നേരടി. എന്റെ കാലി സോറി കള്ളി തുപ്പി. എടാ നീ കളിച്ചേടാ, പാമ്പൊക്കെ നിന്നെ കടിക്കാൻ വെയിറ്റ് ചെയ്യണം. കൂണിയും പാമ്പൊക്കെ എടുത്ത് തെക്കോട്ടറി പോ. എടാ നിന്റെ പ്രശ്നം എന്താ? എന്റെ ഓണം പോയി, അതാ എന്റെ പ്രശ്നം. തിരുവോണമായിട്ട് ലീവ് വെച്ചപ്പോ നമ്മുടെ ആൾ എന്താ പറഞ്ഞത്? പകലെ ലീവ് എടുത്തിട്ട് നൈറ്റ് ഷിഫ്റ്റ് കയറിക്കോളാം. ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? ഇവിടെ ഒന്നും വലയിട്ട് പോവോ നാട്ടിലോട്ട്? അതോ കമ്പേ കുത്തി ചാടോ നാട്ടിലോട്ട്? എടാ എല്ലാവരുടെ അവസ്ഥ തന്നെയല്ലേ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഓണം ആഘോഷിക്കണം, അത്രയല്ലേ ഉള്ളൂ. സമാധാനപ്പെട്ട് നമുക്ക് ആഘോഷിക്കാം. എങ്ങനെ ആഘോഷിക്കാം? എടാ നമ്മൾ ഇത്രയും പേരില്ലേ, നമുക്കൊരു പൂക്കളൊക്കെ ഇട്ട് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി ആഘോഷിച്ചൂടെ? അതിന് സദ്യ ആരുണ്ടാക്കും? എടാ കുക്കിംഗിൽ BA പാസ്സായവനാണ് ഞാൻ. BA? അത് ബാച്ചലർ ഓഫ് ആർട്സ് അല്ലേ? അല്ല, ബാച്ചലർ ഓഫ് അരികത്തണ്ട്. അവൻ വീട്ടൊക്കെ ബാച്ചലർ ഓഫ് തെങ്ങേറ്റു. എടാ നേരത്തെ പാമ്പ് പിടിച്ചിട്ട് തുറച്ചില്ല. എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ മതി, ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയും. ഇവിടെ പുളിശ്ശേരി, എലിശ്ശേരി, പച്ചടി, കിച്ചടി, അച്ചാറ്, അത് കാളൻ, ഓലൻ, അവിയൽ, സാമ്പാർ, തോരൻ, ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും 1-2 ഐറ്റംസ് ഉണ്ടാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മതി, നീ ഉണ്ടാക്കിയോ? പക്ഷെ നീ എങ്ങനെ ഉണ്ടാക്കും? ആകെ ഒരു കരിഞ്ഞ ദോശക്കല്ല് മാത്രം അതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ അതെ യവന്റെ ഒരു ഹെൽമെറ്റ് ഉണ്ട്, അതിനകത്ത് നീ അരി ഇട്ടിട്ട് കഞ്ഞി വെക്കൂ. പോയിന്റ്. എടാ ഒന്ന് മുടക്ക് പറയാണ്ടിരിക്കാമോ? എടാ സാധനങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം, അല്ലാണ്ട് പിന്നെ എങ്ങനെ? അത്രേ ഉള്ളൂ. സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ മേടിക്കാം, പിന്നെ ഉണ്ടാക്കാൻ ഇവനുണ്ടല്ലോ. അപ്പൊ ഒന്ന് ഉഷാറായിക്കേ. ഡേ തിരുവോണമായിട്ടെങ്കിൽ ആ പെൺകൊച്ചിന് സ്വസ്ഥപ്പെടാ. കള്ളവുമില്ല ചതിയുമില്ല, കള്ളവുമില്ല ചതിയുമില്ല. അത് പറഞ്ഞപ്പോ ഈ പൂവിനെ കൂടെ എത്ര ഷർട്ട് പുതിയതാണല്ലോ. നീ ഉദ്ദേശിച്ച എന്താണെന്ന് മനസ്സിലായി? അതൊക്കെ അങ്ങ് കോളേജിലെ പൂക്കളത്തിന് കാശ് ഞാൻ എസ്കിട്ടുണ്ടല്ലോ, എൻ്റെ പങ്ക് നിനക്കൊക്കെ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലോണമാണ്, അതിശൊരു സംബിൾ സർവത്തമാണ്. മനസ്സിലായില്ലേ? എല്ലാത്തിനും ഒരു കണക്കുണ്ടായാൽ മതി. മുറ്റത്ത് ഇങ്ങനെ അത്തപ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ മാവേലി വരുമെന്ന് എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടത്. മന്ദാരം തുളസിരിപ്പിച്ച ഗമാലകൾ ചർത്തി തിരുവോണത്തപ്പ നിന്നെ കാണി കാണണം. പാട്ട് പാടാ. ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ. തന്നെ ഞാൻ ഇവിടെ തന്നെ കണ്ണട മാറ്റിക്ക്. എടാ പ്രകാശൻ, പി പ്രകാശൻ. എടാ നമ്മുടെ പ്രച്ഛന്നം പ്രകാശൻ, അവൻ തന്നെ. എടാ കഴിഞ്ഞ ക്രിസ്മസിന് സാന്താക്ലോസ് ആയിട്ട് വന്നിട്ട് ഇവിടുത്തെ ഏരിയയിൽ മൊത്തം മോഷണം നടത്തിയാരാ? യവൻ ആൾമാറാട്ടത്തിന്റെ ഉസ്താദാണ് ഇവൻ. കള്ളൈ. നീ കുറെ ജയിലിലായിരുന്നല്ലോ, നീ ഇപ്പൊ പുറത്തിറങ്ങി. പോയി ഇറക്കണ്ട, അതൊക്കെ ഡിസംബറിൽ പണ്ട്. ഇപ്പം പുതിയ ഞാവേലി നന്നായിട്ടുണ്ട്. അല്ല പണിയെടുത്ത് ചോദിച്ചോടാ. പിള്ളേരൊക്കെ ഒന്ന് മാറിക്കേ, ഞാൻ എന്റെ പ്രജകളോടൊന്നും സംസാരിക്കണം. മാറിക്ക്. ഇവിടെ ഞാൻ ഈ പഴയ പണിയൊക്കെ നിർത്തി ആൾമാറിട്ടൊക്കെ ഇപ്പൊ ഡീസന്റാ. കേട്ടാലും പറയും, അതൊക്കെ വിട്. പിന്നെ ഓണമായിട്ട് വീട്ടിൽ കയറി വന്ന മാവേലിക്ക് എന്താ വാ കുടിക്കാൻ? പായസമൊക്കെ ആവുന്നേ ഉള്ളു. പായസമല്ല, അല്ലാതെ തിരുവോണമായിട്ട് വീട്ടിൽ കയറി ഒന്ന് കള്ളു വയ്ക്കുന്നു. ഇവിടെ ഞാൻ ചോദിച്ചാൽ ചില്ലറ വല്ലണ്ടേ തരാൻ? എന്റെ പിള്ളേർക്ക് വല്ല ഇപ്പൊ പോലെ വാങ്ങിച്ചു കൊടുക്കട്ടെ. ആണോ? എടാ പൂ പിടിച്ച കച്ചന്ന് കുറച്ചെടുത്ത് കൊടുത്തേ. 10 ഗുണ എന്നാ ഉണ്ടാക്ക്. ഹാപ്പി ഓണം. അനുഗ്രഹം തന്നതാടോ, ഇത് അടിച്ചകത്തേക്ക് കയറ്റി. തിരുവോണമായിട്ട് ഏതൊക്കെ വീട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ പോകും ദൈവത്തിന് അറിയാം. സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? ഞാൻ എല്ലാ സാധനങ്ങളും പോയി മേടിച്ചോണ്ട് വരാം കേട്ടോ. വേണ്ട, നീ ഒറ്റയ്ക്ക് കൊണ്ട് ഇവനെ കൂടെ കൊണ്ടുപോകും. ഞാനോ? എടാ എനിക്ക് ഫോൺ ചെയ്യണ്ട. ഇവിടെ ഇത്ര സാധനങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. നമുക്ക് അടുക്കള സെറ്റാക്കാം. എടാ ഗ്ലാസ് ഒക്കെ കൂടെ മാറ്റി വെച്ചിട്ട് തുടക്കി. പിന്നെ എനിക്കാണീ കാണിക്കണം, ഇങ്ങനെ മാറ്. അങ്ങനെ അല്ലത് തുടക്കണേനൊക്കെ ഒരു സ്റ്റൈലുണ്ട്. ഇതണ്ട എങ്ങനെയാണെന്ന് തുടക്കാം. പഴയ പണിയൊന്നും മറന്നിട്ടില്ലല്ലോ. സദ്യക്കുള്ള സാധനങ്ങളേ. എടാ ഞാൻ പറഞ്ഞ ഐറ്റംസ് എല്ലാം കിട്ടിയ? സദ്യക്ക് വേണ്ട പച്ചക്കറികൾ, പലചരക്ക്, പിന്നെ ആവശ്യമുള്ള പാത്രങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഈ പാത്രങ്ങളൊക്കെ പഴയതാണല്ലോ. ഈ മിക്സിയുടെ കൂടെ തെർമോക്കോളും ഒക്കെ എന്ത് വല്ലയിടത്തുനിന്നും കട്ടോണ്ട് വന്നേ? ഒരുവട്ടോടെ പറയടാ, ഒരുവട്ടോടെ എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. അവന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞല്ലേ, നീ ക്ഷമിക്ക്. സത്യം പറയാം, എവിടുന്ന മോട്ടിച്ച്. എടാ പിന്നല്ലാണ്ട് ഈ പഴയ സാധനങ്ങൾ മാമന്റെ വീട്ടിൽ നിന്നോ? എടാ ഈ ജംഗ്ഷന്റെ വളവിന് പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ആന്റിക് ഷോപ്പ് അറിയാമോ? ഏതാ ആക്രിക്കടേ? എടാ പഴയ സാധനങ്ങൾ ന്യായമായ വിലക്ക് കിട്ടുന്നൊരു നല്ല കട, അത്രേ ഉള്ളൂ. അവിടുന്ന് ആവശ്യമുള്ള നല്ല സാധനങ്ങളൊക്കെ നോക്കി മേടിച്ചേക്കും. ഇതെല്ലാം സത്യമുള്ള സാധനങ്ങളാണ്.
നീ ഫുഡ് ഉണ്ടാക്കാൻ നോക്കി അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ. ഇതെവിടുന്നാ? വെള്ളരിക്ക നമ്മൾ മേടിച്ചില്ലല്ലോ. നീ വെള്ളരിക്ക മേടിച്ചില്ല, അതുകൊണ്ടാണ് കറക്കാണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്ത് മുണ്ടിൻ്റെ ഇടയിൽ വെച്ചു. അധികം തന്നെ കട്ട മുതൽ തന്നെ വയറ്റി പിടിക്കൂല. സ്വർണ്ണമാലയിട്ട് ഇറങ്ങിയൊക്കെ വെള്ളരിക്കാൻ പൊട്ടിക്കാൻ സാധനങ്ങളല്ല. ഇനിയിപ്പോ എന്താ ചെയ്യണം? ഞാൻ എല്ലാവർക്കും ഓരോ പണി ഡിവൈഡ് ചെയ്ത് തരാം, അതങ്ങനെ ചെയ്താൽ മതി. നീ പോയി അരി കഴുകും, നീ എൻ്റെ കൂടെ നമുക്ക് കഷ്ണം അരിയാ. നീ പോയി പാത്രം കഴുകും. ഇവിടെ എന്താ റേഡ് കണക്കുന്നു? 10 പേര് അങ്ങോട്ട് പോകും, 10 പേര് ഇങ്ങോട്ട് പോകും. ഓക്കെ, നിനക്ക് അരിയാൻ ഏറ്റവും എളുപ്പമുള്ള സാധനം തന്നെ ആദ്യം തരാം. സവാള. എനിക്കറിയായിരുന്നു സവാള അരിയാൻ നീ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് അത് അറിയാനുള്ള എല്ലാ ടൂൾസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആക്രിക്കട അല്ല ആൻറ്റിക് ഷോപ്പിൽ നിന്ന് മേടിച്ചത്. എങ്ങോട്ട്? നീ അത് കടലിനടി പോയിരുന്നാണോ സവാള അരിയുന്നത്? കണ്ണീരിന് ഇനി വിടാ. എങ്ങോട്ട്? എന്താ തുഞ്ചത്തൊരു ഞാത്ത്? അതിൻ്റെ കൂടെ ക്രിയേറ്റ് ചെയ്ത എല്ലാത്തിനും ഒരു കണക്കുണ്ടായാൽ മതി. എടാ ഞാൻ അരി മുഴുവൻ കുക്കറിലേക്ക് ഇട്ടോട്ടെ. ഈ പ്രഷർ കുക്കർ പോലെ തുരുമ്പാണല്ലോ. വലിയ തുരുമ്പൊന്നുമില്ല, നല്ല നോക്കിയാണ് ഞാൻ എടുത്തത്. പിന്നെ ചെറിയ തുരുമ്പൊന്നും വലിയ പ്രശ്നമില്ല അല്ലേ? ഈ കുക്കർ സെപ്റ്റിക് ആയിട്ട് ആരും മരിച്ചേട്ടൊന്നും എൻ്റെ അറിവില്ല. സെപ്റ്റിക്കായി മരിക്കത്തില്ലായിരിക്കും, പക്ഷെ എൻ്റെ അപ്പൂപ്പൻ കുക്കർ പൊട്ടിത്തെറിച്ചാ മരിച്ചത്. പുള്ളി എന്നെ പോലെ പാചകപ്രിയനായിരുന്നല്ലേ? പാചകമല്ലായിരുന്നു, വാറ്റായിരുന്നു. അപ്പൂപ്പൻ ഈ വീടിന്റെ ചായപ്പല് കുടത്തി വാറ്റിക്കൊണ്ടിരുന്ന ആളാ. അപ്ഡേറ്റ് ആവാൻ വേണ്ടി ഈ പ്രഷർ കുക്കറിനകത്തിട്ട് വാറ്റി. അതിനകത്ത് ഈ ബാറ്ററി മാക്രി എല്ലാം കൊണ്ട് ഇട്ടിട്ട് ഈ മാക്രി ബന്ധം നോക്കാൻ വേണ്ടി വിസിൽ പൊക്കി ഒന്ന് നോക്കി. എന്നിട്ട് എന്താ അവന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ 7 ബാറ്ററി ഉണ്ടാക്കി എടുത്തത്. അതിൽ 2 ബാറ്ററി എടുത്ത് അമ്മ ക്ലോക്കിൽ ഇട്ടിട്ട് അതിനകത്തൊരു മാലയെ ചന്ദ്രത്തിരിയും കത്തിച്ചിട്ട് അമ്മൂമ്മ എപ്പോഴും പറയുമായിരുന്നു അപ്പൂപ്പന്റെ സമയം ശരിയല്ലെന്ന്. നുണയോ? നീ ഇവിടെ മുളിക്കുളനെ ചോദിച്ചു നോക്കാം, ബാറ്ററി പരിമ അങ്ങനെ മരിച്ചെന്ന്. അയ്യടാ നുണയാണ്ട് പോലും. നുണക്കഥയും പറഞ്ഞുകൊടുക്കേണ്ട അരി എടുത്ത് അടുപ്പത്ത് വെച്ച്. ആദ്യം നമ്മൾ എന്തായിട്ടും ഉണ്ടാക്കുന്നത്? ആദ്യം നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ. ഇവിടെ തിരുവോണമായിട്ട് ഒടിഞ്ഞു കുത്തിക്കണ്ട, എല്ലാവരും ഒന്ന് ഉഷാറായിക്കേ. വാ തുടങ്ങാൻ പോവാണ് നമ്മള്. അമ്മയ്ക്ക് ഒരു ഉമ്മ. അമ്മ ഹാപ്പി ഓണം. അച്ഛനൊരു ഉമ്മ കൊടുത്തേക്ക്. ഞാൻ വിളിക്കാം. എടാ ഫോണിൽ ചൊല്ലിക്കൊണ്ട് പോയി കറിവേപ്പില മേടിച്ചോണ്ട് അപ്പുറത്തെ വീട്ടിലുണ്ട്, ചെല്ലിപ്പോ. അതെ, കറിവേപ്പിലയുടെ അത്യാവശ്യം ഉണ്ട്. ലാസ്റ്റ് എടുത്ത് കളയാനുള്ള സാധനമല്ലേ? കറിവേപ്പിലാണ്ട് ഒരു പണി നടക്കൂല. എടാ അതിനൊരു ഫ്ലേവർ ഉണ്ട്, മനസ്സിലായി? അത് മാത്രമല്ല എനിക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനൊക്കെ വേണം. ഓക്കെ ഓക്കെ, ക്യാരി ഓൺ ക്യാരി ഓൺ. എടാ മോനെ ഇതൊന്ന് നോക്കിയടാ. അപ്പൊ എണ്ണ ചൂടായി, ഇനി കടുക് വറക്കാം. കടുകെന്തിനാ കഴിയുന്നത്? എടാ വൃത്തിയില്ലാത്തവന് ഇതിനകത്തൊക്കെ എന്തൊക്കെ വിഷം ഉണ്ടാവും അറിയോ? ഷെഫ് പറഞ്ഞാ പിന്നെ അപ്പരില്ല കഴിയും. എടാ കഷ്ണന്മാരിട്. ആ തവി എടുത്ത്. ഇതിനകത്ത് ആദ്യം എന്തോ ഇട്ടത്? പേടിച്ചു പോയോ? ഇതൊക്കെ കടുക് പൊട്ടിക്കുമ്പോൾ സർവ്വസാധാരണ. നീ ആ തവിയും എടുത്ത്. എടാ ഇതിനകത്ത് ചേർക്കാൻ കുറച്ച് തേങ്ങ വേണം. നീ പോയിട്ട് തേങ്ങ പൊട്ടിച്ച് ചിരണ്ടിക്കൊണ്ടു വാ. ഓക്കെ. ചെറുംജീരകല്ലേ? ചെറുംജീരകം തോന്നുന്നു. ഈ പെരുംജീരകത്തിന്റെ ചെറുത്. എനിക്കറിയില്ല. അവിയലിന് വെള്ളം ഒഴിക്കണ്ടേ? അവിയലിന് വെള്ളോ? എടാ നീ ചാറിൽ അവിയൽ എവിടെയും കണ്ടോ? അവിയൽ എപ്പോഴും ഡ്രൈ ആയിരിക്കും, ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത്. നീയേ ഈ മുരിങ്ങാക്കോല് ചിരണ്ടി വെച്ചേ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ടില്ല. മുറിത്തേങ്ങ ചിരങ്ങണ് ചിരങ്ങണ് അതിനൊക്കെ പിഴിയണ് തേങ്ങാപ്പാൽ. ഹോയ് തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാലിൽ 1-ാം പാൽ 2-ാം പാൽ എന്ന് പറയത്തില്ലേ? എന്താ അങ്ങനെ? അയ്യോ അതറിയത്തില്ലേ? എടാ ആദ്യത്തെ മുറി തേങ്ങയുടെ പാലാണ് 1-ാം പാൽ, രണ്ടാമത്തെ മുറി തേങ്ങയുടെ പാല് 2-ാം പാൽ. സിമ്പിൾ. അപ്പൊ 3-ാം പാല്? അത് ഈ പൊതിക്കാൻ അറിയാത്തവന്മാർ തേങ്ങ പൊതിക്കുമ്പോൾ 2-3 മുറിയൊക്കെ ആയിരിക്കും. അത് എന്തായി തേങ്ങ രണ്ടി? എന്തായി മുറി ചിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എടാ ഇത്ര നേരം ചിരണ്ടിട്ട് ഇത്ര ആയല്ലോ. എടാ സാധനം അടുപ്പത്തിരിക്കണ്ടല്ലേ, കൃത്യസമയത്ത് ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കണം, ടേസ്റ്റ് ഉണ്ടാവില്ല. മാറിങ്ങോട്ട് എല്ലായിടത്തും എൻ്റെ കയ്യിൽ തന്നെ എത്തണമെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. എടാ ഈ തേങ്ങ ചിരണ്ടാൻ ഒരു നാക്കുണ്ട്. ഈ നമ്മൾ കുളിച്ചിട്ട് തല ഓർത്തില്ലേ, അതുപോലെ ഇതിങ്ങനെ ഇതെന്താണ് നടുക്ക് മാത്രം ചുരണ്ടി ഓട്ടയാക്കി വെച്ചിരിക്കുന്നത്? അത് ഞാൻ ഉച്ചിഭാഗം മാത്രം നന്നായിട്ടൊന്ന് തോർത്തിയതാണ്. എന്തൊരു കരിഞ്ഞ മണം. അവിയല് ഡ്രൈ ഫ്രൈ ആയി. ഇയാളോട് ഞാൻ പറഞ്ഞു അതിനകത്ത് വെള്ളം ഒഴിക്കണമെന്ന്. നീ എന്തോടെ കാണിച്ചു വെച്ചേക്കുന്നത്? എടാ എന്റെ കണ്ണ് വെച്ചപ്പോ ഒന്ന് കരിഞ്ഞു പോയി. എങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കും? എല്ലായിടത്തും ഞാൻ വേണ്ടേ? ഇപ്പൊ തന്നെ നോക്ക്, തേങ്ങ ഇറങ്ങിട്ട് ഞാൻ വരണ്ടേ ഒന്ന്. എന്റെ കോൺസെൻട്രേഷൻ പോലെ അവിയൽ വേകുമ്പോൾ അതിന്റെ കൂടെ നിൽക്കണം. കൂടെ നിൽക്കുക. അവിയൽ എന്താ പ്രസവിക്കാൻ കിടക്കണോ? ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, സത്യം പറയണം, നിനക്കതൊക്കെ ഉണ്ടാക്കാൻ അറിയോടെ? അളിയ നീ ഡൗൺ ആവല്ലേ? നമുക്ക് സാമ്പാറിൽ പിടിക്കാം, അല്ലെങ്കിൽ ഒരു ഡിഷ് പാളി പോണ നല്ലതാണ്, ബാക്കി എല്ലാത്തിനും മുടിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ പാടും എന്തോ. നീ ഡൗൺ ആവല്ലേ? നമുക്ക് സാമ്പാറിൽ പിടിക്കാം. നീ അതിൻ്റെ ഇടയ്ക്ക് പോയി പൊലിശ്ശേരിക്കൽ മോര് തൈരാക്കല്ല, തൈര് മോരൊക്കെ ചിലപ്പോ നീ അവനെ ഹെൽപ്പ് ചെയ്തേ ചെല്ല്. എടാ ഡൗൺ ആവല്ലേ, ഒന്ന് ഉഷാറായിക്കേ. കറിവേപ്പില റെഡി. കറിവേപ്പില എന്തിനായിരുന്നു? അവിയൽ ഗാർണിഷ് അല്ലേ?
നീ അതിൻ്റെ ഒരു കുറവ് വേണ്ട. അത് ഇതെന്ത് പറ്റി? ഒന്നുമില്ല നീ പോയിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള ഇല ഏതെങ്കിലും വീട്ടിൽ നിന്ന് പറിച്ചോണ്ടോ ശരി. അതെ അവരോട് ചോദിച്ചിട്ട് വേണം എടുക്കാൻ. അതൊക്കെ അത്രേ ഉള്ളൂ. വാഴയില വെട്ടണ്ടേ? ഇത് കുറെ നേരമായല്ലോ കടയാൻ തുടങ്ങിയിട്ട്. എടാ ഇത് ഇങ്ങനെ കടഞ്ഞാൽ ഇപ്പോഴെങ്കിലും മോരാവില്ല. നന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് കടയേ. അങ്ങനെ അല്ല, ഒരു മിനിറ്റ്. പിന്നെ ഞാൻ എന്തിനാണ് ഈ മിക്സിയൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത്? എടാ ഇതിനകത്തിട്ട് ഒറ്റ അടി അടിച്ചാൽ മതി, പെട്ടെന്ന് മോരായിക്കോളും. നീ ഇങ്ങനെ കടഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാൽ മനുഷ്യനോട് വിശന്ന് പണ്ടാറടങ്ങിക്കുക. മറിക്ക് ഉപ്പിട്ടുണ്ടല്ലോ. ഈ ജാറിന്റെ അടപ്പെന്തേ? അല്ല അപ്പൊ സാമ്പാർ കായ ഇടണ്ടേ? ഇട്ടല്ലോ, എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചേക്കാം. ഇനി തിളച്ചാൽ മാത്രം മതി. ഇതാണ് ഞാൻ മേടിച്ച കായപ്പൊടി. ഇത് പൊട്ടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇത് കായല്ലേ? എടാ നീ അത് സാമ്പാറിനകത്തോട്ട് ഇട്ടാ? ആയിട്ട്. എടാ അത് പൽപ്പൊടിയാണോ പൊട്ടാ? ഞാൻ പല്ല് തേക്കുന്ന പൊടി. പൽപ്പൊടിയാ? സാമ്പാർ നശിപ്പിച്ചു പണ്ടാറടങ്ങാനായിട്ട്. ഒരു കാര്യം ചെയ്യ്, ആ മുരിങ്ങക്കോലൊക്കെ എടുത്ത് മാറ്റി വെക്കും. നാളെ രാവിലെ പല്ല് വെക്കാം. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ട് ആരെങ്കിലും പല്ലിയേക്കണ സാധനം കൊണ്ട് അടുക്കള വെക്കോ? എന്താ ഇത് പിടിച്ചേ. എടാ കായപ്പൊടിയും പൽപ്പൊടിയും തിരിച്ചറിയാൻ സാമാന്യ ബോധം വേടാ. പോങ്ങ പറ്റിപ്പോയി. എന്താ എടാ പറ്റിപ്പോയി. നല്ലൊരു ദിവസമായിട്ട് വഴക്കുണ്ടാക്കല്ലേ. വാ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. ഇവിടെ തള്ളിക്കറി പോവാ. പുളിശ്ശേരി യാത്ര തുറന്നതിന്റെ കഴിഞ്ഞാൻ പറ്റും. ഞാൻ ആപ്പടുള്ള പുളിശ്ശേരിയാ. തൊട്ടെല്ലാം കുളമാക്കിയല്ലോ. അവനൊരു ഷെഫ് വന്നേക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയാം കേട്ടാ. നടപ്പ്. തുടക്കണ്ട. തൈര് മുഖത്തിന് നല്ല വെളുക്കോ? നമുക്ക് സദ്യ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്താലോ? എനിക്കൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ ഓർഡർ ചെയ്യും. വിശക്കുന്നു. എന്നാ നിന്റെ സ്വിഗ്ഗി ഇൻസ്റ്റാൾ ചെയ്യും. നിനക്കങ്ങ് ചെയ്താൽ പോരെ? എൻ്റെ ഉണ്ട്, പക്ഷേ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ 50% ഓഫർ കിട്ടും. 75 രൂപ വരെ കിട്ടും. ഷെഫിനും വല്ല വേണമെന്ന് ചോദിച്ചു. പാചകരാജാവിന് വല്ലതും വേണോ? എനിക്ക് വലിയ വിശപ്പില്ല. എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും മതി. എന്തോ കപ്പലണ്ടിയോ? എടാ സോഫ്റ്റ് ആയിട്ട് കിണ്ണത്തപ്പം അങ്ങനെ എന്തെങ്കിലും. സ്വിഗ്ഗിയില് കിണ്ണത്തപ്പം ഒന്നും കിട്ടത്തില്ല. സ്വിഗ്ഗിയിൽ കിണ്ണത്തപ്പൊക്കെ കിട്ടും. ആണോ? ആ, 2 പറഞ്ഞു. ഇതെന്തോ കോഡ്? കരിക്ക് 50. കരിക്ക് 50? അതാ കോഡ്. അപ്പൊ രണ്ടുപേർക്ക് സദ്യ, ഒരാൾക്ക് കടി. അയ്യോ, ആ ഇല പറിക്കാൻ പോയതിനും കൂടെ പറയാം. വായപ്പോ ഇലയും വെട്ടി ചമ്മി വരും. ഒറ്റ വാഴ പോലും ഇല്ല. ഈ കിരൺ ഇത് എവിടെ പോയി കിടക്കും? അവന് ഏത് ജില്ലയെന്ന് ഈ വാഴയില ഉറയ്ക്കുന്നത്? എവിടെയെങ്കിലും ചൊല്ലിക്കൊണ്ട് നിൽക്കുവരി. വന്നല്ലോ. പിന്നോയ് ഇവനെന്താ ഇപ്പോൾ വിളിക്കുന്നത്? ഓണാശംസ പറയാനായിരിക്കും. എടാ ഹലോ. ആടാ ഹാപ്പി ഓണം. അതല്ല, എടാ നിന്റെ ഒപ്പമുള്ള ഒരു ചെറുക്കനില്ലേ, കിരണില്ലേ? എടാ അവൻ ഇവിടെ നാട്ടായി പിടിച്ചേ കെട്ടിയിട്ടേക്കണ മാല മുടിച്ചെന്ന് പറഞ്ഞിട്ട്. മാലേ? എവിടെ? ഹൗസ് നമ്പർ 319 ഉണ്ട്. എടാ നിങ്ങൾ വേഗം മാറ്റി പോലീസ് വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എടാ പോലീസ് ഒന്നും വിളിക്കുന്നില്ല, ഞങ്ങൾ ഇപ്പൊ വരാം. എടാ നീ അങ്ങോട്ട് പോകും. എന്താ സംഭവം? എടാ അവിടെ കിരണിനെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു വെച്ചേക്കുന്നത്. എനിക്കറിയാൻ പാടില്ല. അയ്യോ, സദ്യ കഴിച്ചിട്ട് വേഗം പോ. എടാ സദ്യയൊക്കെ നമുക്ക് പിന്നെ കഴിക്കാം. നീ വന്നേ വേഗം. എനിക്കൊന്നുമില്ല, തലറങ്ങി വീഴും പഠിച്ചോളൂ. നീ കിടന്ന് ചേട്ടാ എന്താ എന്തിനാ കെട്ടിട്ടേക്ക്? എന്താ പറ്റിയെന്നാ? മുറ്റത്ത് കളിച്ചോണ്ടിരുന്ന കൊച്ചിന്റെ മാലയും പൊടിച്ച് ഓടാൻ നോക്കിയാൽ പിന്നെ വിളിച്ച് അവത്തിരിച്ച് വാഴലടാ വാഴല. ചേട്ടാ ഇപ്പം വാഴയില പറിക്കാൻ വന്നാണ്. പിന്നെ നട്ടുച്ചയ്ക്ക് കത്തിയും കൊണ്ട് മതിലിയാടിയാണല്ലോ വാഴയില പറിക്കാൻ വരുന്നത്. പിന്നെ വാഴ കടിച്ചാണോ പറിക്കുക? മിണ്ടരുത് നീ. മര്യാദയ്ക്ക് മാല തൂപ്പിക്കോ, അല്ലെങ്കിൽ ഇടിച്ച് ഞാൻ നിന്നെ തൂറ്റിക്കും ഞാൻ. ചേട്ടാ ദേഷ്യപ്പെടരുത്. എന്താ സംഭവം ഉണ്ടായെന്ന് പറ. എടാ നിനക്കൊന്നും ഇത്ര നേരം പറഞ്ഞാൽ മനസ്സിലായില്ലേ? എടാ ഞാനും എന്റെ വെമ്പറ നിർത്തി കൊണ്ട് അവത്തിരുന്ന് TV ആണ് വരുന്നത്. കൊച്ചിന്റെ അയ്യോ പത്തോളം വിളി കേട്ട് പുറത്ത് വന്നപ്പോൾ ദേ ഇവൻ മാലയും പൊട്ടിക്കൊണ്ട് ഓടാൻ നോക്കുന്നു. ഭാഗ്യത്തിന് ആ പിരിവിന് വന്ന ചേട്ടൻ കണ്ടോണ്ട് പിടിച്ചു നിർത്തിയവനെ. ഏത് ചേട്ടാ? ആ ചേട്ടൻ. സമൂഹത്തിന്റെ ഒക്കെ ഒരു പോക്കേ. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നു, ഇപ്പൊ എന്തോ ചെയ്തേനെ. അവർക്കൊക്കെ വല്ല പണിയെടുത്ത് ജീവിക്കരുത്. നീ കണയണ്ട, നീ കരയുന്ന എനിക്ക് കേക്കണ്ട. ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അവര് വരും, അവര് നിന്നെ ഇടിച്ച് സത്യം പറയിച്ചോളൂ. പോലീസിനൊന്നും വിളിക്കണ്ട, 2 അടി കൊടുത്ത് വിട്ടാ പോരെ. ഇന്നലെ ഒരു ചെറുപ്പക്കാരനല്ലേ. പിന്നെ എനിക്ക് ഇവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, എനിക്ക് അത്യാവശ്യം ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ജഡമോ ശരിയാവില്ല, പോലീസ് പോരും. സാക്ഷി പറയണോ? പോലീസ് സ്റ്റേഷനിൽ ഞാൻ വരാം, സത്യം വരണം. അപ്പൊ ശരിയെന്നാ ഞാൻ പോയേക്കുവാ. ഇത് മറ്റേ ബോലോത്താരാരായില്ലേ രണ്ടന്മാര്? ആടെ പ്രശ്നം പ്രകാശൻ. പ്രകാശ പെട്ട്. ചേട്ടാ എവനാണ് മാല പിടിച്ചത്? കള്ളൻ.